ഹലോ നമസ്കാരം, മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. നമ്മൾ സാന്ത്വനം ഫസ്റ്റ് സീസൺ 1 എന്ന് വേണം പറയാം, അത് കണ്ടിട്ടുണ്ട്. സാന്ത്വനം സെക്കൻഡിൽ സീസൺ 2 സീരിയൽ ലൊക്കേഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സാന്ത്വനം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, കുറച്ച് ട്രാജഡി, കുറച്ച് നല്ല കഥാപാത്രങ്ങളുള്ള കുറേ നല്ല എപ്പിസോഡ്സ് ഉള്ളൊരു സീരിയലാണ് സാന്ത്വനം. അപ്പോൾ 2 വന്നപ്പോഴും അതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ബിബിനാണ്. ബിബിന് നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഭയങ്കര കോസ്റ്റ്യൂം ഇത് ഇപ്പോഴത്തെ അല്ല, എൻ്റെ ഗെറ്റപ്പ് ഇതല്ല, ഇത് നമ്മളൊരു ഫംഗ്ഷനോട് ഭാഗമായിട്ട് ഇപ്പം ഈ കോസ്റ്റ്യൂമിലേക്ക് മാറിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിബിൻ്റെ കരിയറിലെ കുറേ അധികമായി സീരിയലല്ലേ? ഞാൻ 2-2.5 വർഷമായി. 2 വർഷം കൊണ്ട് ഇപ്പം 4ാമത്തെ പ്രൊജക്റ്റ്. 4ാമത്തെയാണ്. അതെ. സ്ഥലം എവിടെയാണ്? ഞാൻ സ്ഥലം കോട്ടയത്ത് പാമ്പാടി എന്ന് പറയും. പാമ്പാടി. ഈ നമ്മൾ ചില ഇൻ്റർവ്യൂസ് എടുക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അവൻ്റെ ഇൻ്റർവ്യൂ കാണണ്ട, അല്ലെങ്കിൽ ഈ ഫ്രെയിം കാണിക്കുമ്പോൾ ഇവനാണോ എന്ന് പറയും, സ്കിപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സാന്ത്വനത്തിലെ കഥാപാത്രവും ആൾക്കാർ സ്കിപ്പ് ചെയ്യാതിരിക്കാനുള്ള കാര്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. കാരണം സാന്ത്വനത്തിലെ ഈ കഥാപാത്രം എന്ന് പറയുന്നത് വളരെ സറ്റിലായിട്ട്, വളരെ കൂളായിട്ട് കൊണ്ടുവന്നൊരു കഥാപാത്രമാണ്. ഇതിനു മുമ്പ് ഞാൻ വേറൊരു ചാനൽ ചെയ്ത് സീരിയൽ ഞാൻ ഗുണ്ടയാണ്. ഗുണ്ടെന്ന് പറഞ്ഞാൽ ചാനൽ പറയാം, സീരിയൽ പറയാം, കുഴപ്പമില്ല. ഓക്കെ. ഞാൻ സൂര്യ ടി വിയിൽ ആനന്ദരാഗം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുമ്പോൾ അതിൽ വില്ലൻ വേഷമാണ് ചെയ്തത്. അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് വളരെ ശാന്തമായിട്ടും എല്ലാവരും വളരെ സ്നേഹമുള്ളതും അച്ഛനെ അമ്മയൊക്കെ ബഹുമാനിച്ച് നിൽക്കുന്നതായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിൽ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് നമ്മൾ പറഞ്ഞു. അതെ അതെ, റെസ്പെക്ട് ഇല്ല, കൂടുതലൊരു എന്താ പറയുക, അയ്യോ പാവം എന്ന് തോന്നിക്കുന്ന ഒരു കഥാപാത്രമാണ്. എന്നെക്കാട്ടിൽ എൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇച്ചിരി കൂടി എല്ലാവരോടും ഇച്ചിരി ഒന്ന് ബോൾഡായിട്ട് സംസാരിക്കുക, കൂളാണ്. പക്ഷേ അതൊക്കെ അനുസരിച്ച് നിൽക്കുന്ന ഒരു പാവപ്പെട്ട ഒരു ഭർത്താവാണ് ഞാൻ. അച്ഛനെ അനുസരിക്കുക, അമ്മയെ അനുസരിക്കുക, എന്നാൽ ആവശ്യമുള്ള കാര്യത്തിന് മാത്രം അത്യാവശ്യം അടിപിടിയൊക്കെ കൂടുക, അങ്ങനെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ധൈര്യമില്ലാത്ത കഥാപാത്രമാണ്. ധൈര്യമുണ്ട്, പക്ഷേ വീട്ടിലുള്ളവരോട് നല്ല ബഹുമാനമാണ്. പുറത്ത് ധൈര്യം കാണിക്കും. അതായത് ഒളിച്ചോടിയാണ് കല്യാണം കഴിച്ച് വന്നത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ തെറികളൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛനെ സഹായിച്ച് കടയിൽ നിൽക്കുക, കടയാണ്, വീട് കട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ്. അപ്പം ഒളിച്ചോടി വന്ന് കല്യാണം കഴിച്ചു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ധൈര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ്, അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും അതനുസരിക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചിലപ്പോൾ നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്ക് 1-2 റെസ്പോൺസിബിലിറ്റീസ് കൂടും. കാര്യം അടുത്തൊരു സീരിയലിലേക്ക് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. ഇതിൽ നിന്ന് പോകുമ്പോൾ ഇതൊരു 100-200 എപ്പിസോഡ് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നേരെ കഥാപാത്രം മാറുമോ? അതിലേക്ക് ആവാൻ കുറേ സമയം എടുക്കുമോ? ഇല്ല, കാരണം ഞാൻ അറ്റ് എ ടൈം ഞാൻ സൂര്യയിലെ ആനന്ദരാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ഞാനിപ്പം ഇതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പം ട്രാക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും വില്ലനും ഇതിലെ നല്ല കഥാപാത്രവും ഒരേ സമയത്താണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് വലിയൊരു മാറ്റം ഫീൽ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ എത്രാമത്തെ എപ്പിസോഡായി ഇപ്പം സാന്ത്വനം? ഇതിപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 120 ഒക്കെ കഴിഞ്ഞു അല്ലേ? ഈ ഞാൻ പറയാം സീസൺ 1 എന്ന് പറയുന്നല്ലേ, നമ്മൾ ഒന്നുണ്ടായിരുന്നല്ലോ, 1ാം ഭാഗം, അതായത് സെക്കൻഡ് പാർട്ടാണല്ലോ. സെക്കൻഡ് പാർട്ടെന്ന് നമ്മൾ പറയാൻ പറ്റില്ല, കാരണം സാന്ത്വനം 1 നമ്മൾ ആ നെയിം ഒഴിച്ച് ബാക്കി എല്ലാം എത്തുന്നത് കഥാപാത്രങ്ങൾ, അതിൽ ക്രൂ ആണെങ്കിലും കാസ്റ്റ് ആണെങ്കിലും എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് മാറി. ആ കഥയായിട്ട് യാതൊരു ബന്ധമില്ല. അത് ആ തുടക്കത്തിൽ പ്രേക്ഷകർക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ടോപ്പ് റേറ്റിംഗിൽ നിൽക്കുമ്പോഴാണ് സാന്ത്വനം വരെ വൈൻഡപ്പ് ആകുന്നത്. അപ്പം പ്രേക്ഷകർ അതിൻ്റെ ബാക്കിയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ സാന്ത്വനം 2 അവരാദ്യം കണ്ടത്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു. എല്ലാം കഥാപാത്രങ്ങൾ, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടർ, കംപ്ലീറ്റ് കാസ്റ്റും ക്രൂവും ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. പക്ഷേ ആ ചേഞ്ച് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ഈ പ്രേക്ഷകരുടെ മനസ്സിലൊരു ചെറിയ പണ്ടത്തെ ഒരു സാന്ത്വനം ഓർമ്മയുണ്ട്. കാര്യം 3 ബ്രദേഴ്സ്, അവരുടെ ഭാര്യമാർ, പിന്നെ അതുപോലെ അവർ തമ്മിലുണ്ടാവുന്ന കുറച്ച് ക്ലാഷ്, അതിനകത്ത് ഇനി ഒരാൾ കല്യാണം കഴിക്കാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള 4 പേര് മൊത്തം അല്ലേ? ഞങ്ങൾ 5 മക്കളാണ് അതിനകത്ത് ഫസ്റ്റിൽ. അപ്പോൾ ആ ഒരു കഥാപാത്രമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും ചില ആൾക്കാർ ഇത് കാണാൻ വേണ്ടി. ഫസ്റ്റ് എപ്പിസോഡ് കാണുമ്പോഴേ മനസ്സിലായി കാണും അല്ലേ, ഇങ്ങനെ അങ്ങനെയല്ല പോകുന്ന കഥ പോകുന്നുള്ളത്. മനസ്സിലായി. കാരണം അവർ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാസ്റ്റിനല്ല അവർ കണ്ടത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അതുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളത് ഏകദേശം ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി. പിന്നെ ഇപ്പോൾ ആൾക്കാർ ഒരുപാട് നമ്മുടെ സാന്ത്വനം 2 ഒരുപാട് ഇഷ്ടപ്പെട്ടു വരുന്നത്. കാരണം ആ പഴയ ഒരു കഥയല്ല എൻറ്റയർലി ഇപ്പം പുതിയൊരു കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ സഹോദരങ്ങളുടെ ഒരു ബോണ്ടിങ്, ഒരു ഫാമിലി ബോണ്ടിങ്, ഇതൊക്കെ വളരെ നല്ല പോലെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഈ സീരിയലിൽ. പൊതുവെ എനിക്ക് തോന്നുന്നു സഹോദരിമാരുടെ ബോണ്ടിങ്ങിനെക്കാട്ടി കൂടുതൽ സഹോദരങ്ങളുടെ ബോണ്ടിങ് കാണിച്ചിട്ടുള്ളതൊക്കെ നല്ലൊരു സക്സസ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആൾക്കാർ നമ്മളെയും നെഞ്ചിലേറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. അതേപോലെ ഇപ്പം ബിബിനെ ഇപ്പം 2 സീരിയൽ കാണുമെന്ന് പറഞ്ഞു. ഇപ്പം എനിക്കൊന്ന് എല്ലാം സാറ്റലൈറ്റ് ചാനലാണെങ്കിലും ഏറ്റവും മുന്നിൽ നിന്ന ചാനൽ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ
റിയലൈസ് ചെയ്യുന്നത്, നമ്മൾ തിരിച്ചറിയുന്നത്. അതെ അതെ. അപ്പോൾ വന്നതിനകത്ത് ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്തിട്ടുള്ളതും തിരിച്ചറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഏത് ചാനൽ വന്നപ്പോഴായിരുന്നു? ഓഫ് കോഴ്സ് ഞാൻ ഇപ്പോൾ ഏഷ്യാനെറ്റ് വന്നതിന് ശേഷമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുക. അല്ല ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുക. നമ്മൾ നേരിട്ട് നമ്മളിപ്പോൾ ഒരു പുറത്തോട്ടിറങ്ങിയാൽ പോലും ആൾക്കാർ നേരിട്ട് വന്ന് നമ്മുടെ റെസ്പോൺസ്, അവരുടെ റെസ്പോൺസുകൾ അറിയിക്കാറുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അയ്യോ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതല്ല. കാരണം അവരൊക്കെ കാരണം ഒരിക്കലും എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ചിലപ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ അവരെന്തോ ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് ഓടി വന്ന് സന്തോഷം അറിയിക്കാറുണ്ട് അവരെ. പ്രത്യേകിച്ച് എൻ്റെ കഥാപാത്രം ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഒരുപാട് സ്നേഹം അവർ നേരിട്ട് വന്ന് അറിയിക്കും. തിരിച്ചറിയുന്നുണ്ട്, ഒരുപാട് പേര് നല്ലതായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഏഷ്യാനെറ്റ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണത്. കാരണം പുറത്തിറങ്ങുമ്പോൾ ഈ ആൾക്കാരുടെ റിയാക്ഷൻ നമ്മൾ നേരിട്ട് അനുഭവിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അത് ഞങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ റെസ്പോൺസുകൾ നമ്മളെ അതുപോലെ നിന്ന് അറിയിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എവിടെ പഠിച്ചതൊക്കെ? ഞാൻ സ്കൂളിംഗ് ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ്. 10th വരെ കോട്ടയത്ത് പാമ്പാടി വിമലാംബിക സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. തുടർന്ന് +2 അവിടെ അടുത്ത് തന്നെ MGM ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആക്കാട്ടിലാണ് പഠിച്ചത്. പിന്നെ കങ്ങഴ PGM കോളേജിൽ BCom എടുത്തു. അത് പിന്നെ ചെന്നൈയിൽ ഞാൻ PG കംപ്ലീറ്റ് ചെയ്തു. ഇത് ചോദിക്കാൻ കാരണം, നമ്മൾ ഡിഗ്രിയിൽ ആർട്സ് ഡേ ഒക്കെ വരുന്ന സമയത്ത് സെലിബ്രിറ്റീസ് വരുമ്പോൾ ആ സമയത്ത് നമ്മൾ ആകാംക്ഷയോടെ കാണും അല്ലേ? അതെ അതെ തീർച്ചയായും. ഇതുപോലെ എപ്പോഴെങ്കിലും എനിക്കും പോകണം, അല്ലെങ്കിൽ ഗസ്റ്റായിട്ട് എൻ്റെ കോളേജിൽ തന്നെ പോകണം എന്നൊക്കെ ഉള്ളു ആ സമയം ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാൻ +2 പഠിച്ച സ്കൂളാണ്. MGM NSS HSS ലാക്കാട്ടൂർ എന്ന് പറയുന്ന സ്കൂള്. അത് നല്ലപോലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. അവിടുന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇന്നും സിനിമാ മേഖലകളിൽ അണിയറയിലാണേലും എല്ലായിടത്തും പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഇന്നും ഉണ്ട്. അപ്പോൾ അവിടെ കൂടുതലും ചീഫ് ഗസ്റ്റായിട്ട് അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന അവരുടെ പൂർവ്വ വിദ്യാർത്ഥികളെയാണ്. അപ്പോൾ ഒരു ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ദിവസം പോയോ അവിടെ എന്നെ വിളിച്ചു, ഗസ്റ്റായിട്ട് വിളിച്ചു. അവിടെ ആർട്സ് ഡേയുടെ ഇനോഗ്രേഷൻ എന്നെ വിളിച്ചു. ഞാൻ പോയി, ഗസ്റ്റായിട്ട് പോയി. എനിക്ക് മൊമെൻ്റ് തന്നു. അന്ന് പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ഇന്ന് അവിടുത്തെ പ്രിൻസിപ്പളായി. അങ്ങനെ അപ്പോൾ അവർ ഒരുപാട് സന്തോഷം അറിയിച്ചു. ഒരു മൊമെൻ്റൊക്കെ തന്ന് ഹാപ്പി ആയിട്ട്. അപ്പം പഠിച്ച സ്കൂളിൽ ഗസ്റ്റായിട്ട് പോകുന്ന പറഞ്ഞാൽ ഏറ്റവും വലിയൊരു മൊമെൻ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സമയമാണ് അല്ലേ? അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ടീച്ചേഴ്സ് ഒന്ന് ഫണ്ണായിട്ട് നീ അന്ന് ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുസൃതി കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നീ അന്ന് പറഞ്ഞ അനുസരിക്കത്തില്ല എന്നൊക്കെ മൈക്കിലൂടെ പറയുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശാസിച്ച ടീച്ചറെ അന്ന് ആ വേദി വെച്ചിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ അടിക്കാൻ ശ്രമിച്ചിട്ടുള്ള? ഉറപ്പായിട്ടും. ഞങ്ങളെ വടിയും കൊണ്ട് വന്നുകൊണ്ടിരുന്ന സാറാണ് ഞാൻ സ്റ്റേജിലിരിക്കുമ്പോൾ എനിക്കുള്ള മൊമെൻറ്റും കൊണ്ട് വരുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു വടിക്ക് പകരം. അതെ വടിക്ക് പകരം സാർ ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ ഇങ്ങനെ വടി. അനൂപ് സാർ, ഞാൻ ഇപ്പോഴും ഞാൻ സ്റ്റേജിൽ വെച്ച് തന്നെ സാറിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാർ നടന്നു വരുമ്പോൾ തന്നെ വടി ഇങ്ങനെ, സാർ ഇങ്ങനെ മുണ്ടൊക്കെ എടുത്തിട്ട് വടി ഇങ്ങനെ അടിച്ചടിച്ചാണ് സാർ വരുന്നത്. ദൂരെന്നേ അറിയാം. ആ സാർ എനിക്കുള്ള മൊമെൻറ്റോ ആയിട്ട് സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ എനിക്ക് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അവിടെ വെച്ച് ഞാൻ പറയുകയും ചെയ്തു. കാരണം ഒരിക്കൽ അവിടെ നിന്ന് ഞാൻ സ്റ്റേജിലേക്ക് നോക്കി നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എന്നെ തന്നെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ആൾക്കാർ ജനങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ സ്റ്റേജിൽ നിന്ന് കാണികളെ നോക്കി അഭിസംബോധന ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായി. എനിക്കതൊരു ഹാർട്ട് ടച്ചിങ് മൊമെൻ്റ് ആയിരുന്നു. അല്ല, അത് എപ്പോഴും ആർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വേദി ചെന്നിരിക്കുമ്പോൾ എന്ത് പറയണമെന്നുള്ളൊരു എല്ലാം ബ്ലാങ്ക് ആയി പോകും, കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി. അത് ഫുള്ള് നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള കുട്ടികളുണ്ട് അവിടെ, ജൂനിയേഴ്സ് ആയിട്ടുള്ള, നമ്മൾ പഠിച്ചിറങ്ങിയ ജൂനിയേഴ്സ് ആണല്ലോ. പ്രിൻസിപ്പൾസ് കാണും, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ കാണും, മാനേജർ കാണും, ടീച്ചേഴ്സ് കാണും. അന്ന് പഠിപ്പിച്ച ക്ലാസ് ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു. ആ ടീച്ചർ എന്നോട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച്, രാജേശ്വരി മിസ്സിനെ മിസ് ഇപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ചും അന്ന് ടീച്ചേഴ്സ് ഇങ്ങോട്ട് അടുത്ത് വന്നിട്ട് അവർക്ക് എന്നെ ഇങ്ങനൊരു രീതിയിലല്ല അവരെന്നെ കണ്ടിട്ടുള്ളത്. കാരണം എന്നെ ഇത്രയെങ്കിലുമൊക്കെ സംസാരിക്കാൻ പഠിപ്പിച്ചതും മാത്രമല്ല ഒരു സ്റ്റേജിൽ വരാൻ എനിക്ക് ധൈര്യം തന്നതും കലോത്സവങ്ങളൊക്കെ കൊണ്ടുപോകാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അവർ എന്നെ ഇങ്ങനെ കാണുമ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഓടി വന്നങ്ങ് കെട്ടിപ്പിടിച്ച്, നമ്മളൊരു വാത്സല്യത്തോടെ കെട്ടിപ്പിടിച്ച് ഭയങ്കര ഇതായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നത്. മറക്കില്ലേ? അത്രയും നമ്മളെ നാളിൽ അവിടെ പഠിച്ചിട്ട് ഒരു ഗസ്റ്റായിട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ ഏറ്റവും വേദന വരുന്നൊരു കാര്യം, അതായത് കൂട്ടുകാർ തള്ളിപ്പറഞ്ഞ കൂട്ടുകാരികൾ ഇപ്പോൾ ആരെങ്കിലും റിക്വസ്റ്റ് അയക്കാറുണ്ടോ? റിക്വസ്റ്റ് ആയിട്ട് അങ്ങനെ വരാറില്ല. ഒരുപാട് പേര് ഈ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ ചോദിച്ചു അതല്ലടോ, പിന്നെ ബിബിൻ എന്നൊരു കഥാപാത്രം അവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഒരു സെലിബ്രിറ്റി ലെവലായി. വീണ്ടും ബിബിനെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാരക്ടർ അനുസരിച്ചിട്ടല്ല, ബിബിനെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. കോണ്ടാക്ട് ഏത് രീതിയിലും ആവാം, അത് നിങ്ങളുമുള്ള കോണ്ടാക്ട്. പക്ഷെ അത് അങ്ങനെ വന്നിട്ടുണ്ടോ ആരെങ്കിലും?
ഇല്ല അങ്ങനെ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു കുഴപ്പമില്ല. ഇല്ലില്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. സീരിയസ്ലി എൻ്റെ ഫ്രണ്ട്സ് ഞാൻ റിലേഷൻ ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി. ഞാൻ സീരിയലിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ബ്രേക്കപ്പ് ആയി പോയി. അത് പിന്നെ ആ സമയത്ത് അങ്ങനെ ഉണ്ടായി പോയി.